നമസ്കാരം. റമലാൻ എന്നാൽ വെറും പ്രാർത്ഥനകൾ മാത്രമല്ല, അത് കാരുണ്യത്തിന്റെ കൂടി മാസമാണ്. പട്ടിണി കിടക്കുന്നവന്റെ വേദന സ്വന്തം വയറിലൂടെ നാം അറിയുന്ന സമയം. നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് ഒരു വിഹിതം മറ്റൊരാൾക്ക് നൽകുമ്പോൾ നമ്മുടെ സമ്പാദ്യം കുറയുകയല്ല, പകരം അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പോസിറ്റീവ് മാറ്റങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. 1. ദാനം എന്നാൽ പണം മാത്രമല്ല. ചാരിറ്റി ഈസ് നോട്ട് ജസ്റ്റ് മണി. ദാനധർമ്മം എന്ന് കേൾക്കുമ്പോൾ വലിയ തുകകൾ നൽകുന്നതാണ് പലരുടെയും ചിന്ത. എന്നാൽ വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതോ, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കുന്നതോ, എന്തിനൊരാളോട് പുഞ്ചിരിക്കുന്നതോ പോലും വലിയൊരു ദാനമാണ്. പണത്തേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സിനാണ് ഇവിടെ വില. ഈ നോമ്പുകാലത്ത് ചെറിയ രീതിയിലെങ്കിലും ഒരാളെ സഹായിക്കാൻ ശീലിക്കുക. 2. നൽകുന്നവന് ലഭിക്കുന്ന സമാധാനം. ഇന്നർ പീസ് ഓഫ് ഗിവർ. വാങ്ങുന്നവനേക്കാൾ കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് നൽകുന്നവനാണ്. മറ്റൊരാളുടെ മുഖത്തെ ചിരിക്ക് കാരണക്കാരനാകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സമാധാനം വാക്കുകൾക്കപ്പുറമാണ്. ആ സംതൃപ്തി നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. നൽകുന്ന കൈകളിലാണ് എപ്പോഴും ഐശ്വര്യമുണ്ടാവുക. 3. കുട്ടികളെ പഠിപ്പിക്കാം. ടീച്ച് യുവർ ചിൽഡ്രൻ. ദാനം ചെയ്യുന്ന ശീലം നമ്മുടെ മക്കൾക്കും പകർന്നു നൽകുക. അവരുടെ കയ്യിലുള്ള മിഠായിയോ കളിപ്പാട്ടമോ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കാരുണ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നത് ഈ സമൂഹത്തിന് നാം നൽകുന്ന ഏറ്റവും വലിയ ദാനമായിരിക്കും. 4. രഹസ്യമായി നൽകുന്നതിന്റെ പുണ്യം. ഗ്രേസ് ഓഫ് സീക്രട്ട് ഗിവിംഗ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ് പ്രമാണം. പരസ്യം ചെയ്യാതെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും നൽകുന്ന സഹായങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആത്മീയ ഗുണമുള്ളത്. അർഹരായവരെ കണ്ടെത്തി അവരുടെ അന്തസ്സ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമ്പാദ്യത്തിൽ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന ബോധ്യമുണ്ടാകുക എന്നതാണ് പ്രധാനം. ഈ പുണ്യമാസത്തിൽ കാരുണ്യത്തിന്റെ ഒരൽപ്പം വെളിച്ചം മറ്റൊരാളുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റമലാൻ ആശംസകൾ.